ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഓട്ടോമൊബൈൽ സ്റ്റോക്കാണ് ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 3% ഇടിഞ്ഞിരുന്നു. 1705 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്കിൽ 2.5% കറക്ഷൻ വരികയും ചെയ്തു. നിഫ്റ്റി, നെക്സ്റ്റ് 50, നിഫ്റ്റി 100, നിഫ്റ്റി 500, BSE 500 തുടങ്ങിയ പ്രധാന ഇൻഡെക്സുകളിൽ ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാനം പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ വിവിധ ഇൻഡെക്സുകളിൽ സ്ഥാനം പിടിച്ചത് കമ്പനിയുടെ ബിസിനസ് ഓവർവ്യൂ മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയിലേക്ക് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനും കാരണമായേക്കാം. ഇന്ത്യൻ ബ്രോഡ് മാർക്ക് ഇൻഡിസസുകളിലും തീമാറ്റിക് ഇൻഡിസസുകളിലും സ്ഥാനം പിടിച്ചതിനോടൊപ്പം തന്നെ കമ്പനി MSI റീജിഗിൽ സ്ഥാനം പിടിക്കുകയും MSI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡിസസിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ലാർജ് ക്യാപ് കമ്പനിയായി മാറുകയും ചെയ്തു. 2025 ഫെബ്രുവരി 28 നടന്ന മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ റീജിഗ് വഴിയാണ് കമ്പനി MSI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡിസസിൽ സ്ഥാനം പിടിച്ചത്. കൂടാതെ മാർച്ച് 24 മുതൽ പ്രാബല്യത്തിൽ വരുന്ന BSE 500, BSE ഓൾ ക്യാപ്പ്, BSE ലാർജ് ക്യാപ്പ്, BSE ലാർജ് മിഡ് ക്യാപ്പ് തുടങ്ങിയ ഒന്നിലധികം ഇൻഡിസസുകളിലും കമ്പനി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2024 കലണ്ടർ ഇയറിൽ 6,05,433 യൂണിറ്റ് വെഹിക്കിളുകളാണ് കമ്പനി വിറ്റഴിച്ചത്. കൂടാതെ തുടർച്ചയായ 3-ാം വർഷമാണ് കമ്പനി 6 ലക്ഷത്തിൽ കൂടുതൽ വെഹിക്കിളുകൾ വിറ്റഴിക്കുന്നത്. ഇതും ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച IPO ആയിരുന്നു കമ്പനി കൊണ്ടുവന്നത്. 1934 രൂപയ്ക്കടുത്ത് കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡായി. ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും ഇപ്പോൾ സ്റ്റോക്ക് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1640 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. 1705 നിന്നും 1640 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1600, 1400 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ബിയറിഷ് ബ്രേക്ക് ഡൗൺ വരാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. അതേസമയം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായ 1950 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇവിടെ എൻ്റയർ ഓട്ടോമൊബൈൽ സെക്ടർ തന്നെ വീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ അപ്സൈഡ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയും കുറവാണ്. ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഹാവൽസ് കഴിഞ്ഞ ദിവസം 1528 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റിൽ റീസെൻ്റ്ലി വന്ന കറക്ഷന് ശേഷം ശക്തമായ റിക്കവറി വന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. 20-day 50-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. ഇത് ബുള്ളിഷ് ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 100-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 1600 ആണ് ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസ്. 1600 മുകളിൽ ഒരു ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ 1680, 1675 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മോത്തിലാൽ ഒസ്വാൾ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗും 1650 മുകളിലുള്ള ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ 27% ഏണിംഗ് പെർ ഷെയറിലുണ്ടാകുന്ന വർധനവാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ലോയ്ഡ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും കമ്പനിക്ക് ലഭിക്കുന്ന കൺസിസ്റ്റൻ്റ് ഡിമാൻഡ് ശക്തമായ അപ് ട്രെൻഡിന് പിന്നിൽ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ 1475 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 1650 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹാവൽസ്.